അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്ന, യേശു തൊട്ട, യേശു വന്ന, യേശു തൊട്ട, പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നുപോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവിൻ്റെ അത്ഭുത നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയം നമുക്ക് തന്ന ദൈവത്തിന് 1000 നന്ദി പറയാം. ഇത് നമ്മൾ കേൾക്കാൻ പോകുന്നത് കർത്താവ് ചെയ്ത ചില അത്ഭുത സൗഖ്യങ്ങളാണ്. ആദ്യമായിട്ട് കരുനാഗപ്പള്ളിയിൽ നിന്നും ലേഖയാണ് സാക്ഷ്യം പങ്കുവെക്കുന്നത്. ഈ സിസ്റ്റർ പറയുന്നത് തൻ്റെ മകൾക്ക് നടുവിന് വേദനയുണ്ടായതിനെ തുടർന്ന്, സ്ഥിരമായി വേദനയുണ്ടായിരുന്നു. അതിനെ തുടർന്ന് അവർ ഹോസ്പിറ്റലിൽ പോയി. MRI സ്കാൻ എടുത്തപ്പോൾ അവർക്ക് മനസ്സിലായത് ജന്മന നടു വളഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. 2 മാസത്തോളം മെഡിസിൻ കഴിച്ചു. മാറ്റമില്ലാത്തതിനെ തുടർന്ന് വേറൊരു ഡോക്ടറെ കാണിച്ചു. 10 ദിവസത്തോളം ഫിസിയോതെറാപ്പി ചെയ്തു. പക്ഷേ ഇതിലൊന്നും തനിക്ക് മാറ്റമുണ്ടായില്ല. എന്നാൽ ഇവർ വിശ്വാസത്തോടെ മിറക്കിൾ സൺഡേയിൽ കടന്നു വരുവാനിടയായി. ബ്രദർ അവരോട് ദൂത് പറയും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ മകൾ ചെയ്ത കാര്യം വളരെ സന്തോഷമുള്ളതായി. മകൾ വിശ്വാസത്തോടെ തന്നെ മെഡിസിൻ എടുത്ത് കളയുവാനിടയായി. അത്ഭുതകരമായി ഇവർ പറയുന്നത്, അതിന് ശേഷം ഈ മകൾക്ക് നടുവേദന ഉണ്ടായില്ല. പോയി എക്സ്റേ എടുത്തപ്പോൾ അങ്ങനെയൊരു ജന്മനാ വളവുണ്ട് എന്ന് പറഞ്ഞ ആ പ്രയാസം തൻ്റെ ശരീരത്തിൽ ഇപ്പോൾ കാണാനില്ല എന്നാണ് പറയുന്നത്. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കാണാം. ശത്രു വിതച്ച അല്ലെങ്കിൽ ജന്മന കൊണ്ടുവന്ന ആ പ്രയാസത്തിൽ നിന്നും കർത്താവ് ഒരു നിമിഷം കൊണ്ട് വിശ്വാസത്തിൻ്റെ ആ പ്രവൃത്തി നിമിത്തം അവരെ വിടുവിക്കുവാനിടയായിത്തീർന്നു. പല ട്രീറ്റ്മെൻറ്റുകളും എടുത്തു. നാളുകൾ സഹിച്ച ആ വേദനയിൽ നിന്നും കർത്താവ് ആ മകളെ രക്ഷിച്ചു. എന്നാൽ എന്നെ കാണുന്ന കുടുംബങ്ങളിൽ ആരെങ്കിലും ഇത് മാറത്തില്ല, ജന്മനയുള്ളതാണ്, ഇതിന് മെഡിസിൻ ഇല്ല, ഇതൊരു കാലത്തും മാറത്തില്ല, ഇതിന് സൗഖ്യമുണ്ടാകത്തില്ല, സയൻറ്റിഫിക്കലി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ മറ്റു പല വാക്കുകൾ കൊണ്ടും നിങ്ങളുടെ ഹൃദയം നിറഞ്ഞിട്ടാണോ ഇരിക്കുന്നത്? അല്ല, മറ്റു പല വാക്കുകളും നിങ്ങളുടെ ഹൃദയത്തെ ഇതിൽ നിന്ന് ഒരു വിടുതലും ഉണ്ടാകത്തില്ല എന്ന് ഉറപ്പിച്ചിട്ടാണോ ആയിരിക്കുന്നത്? എന്നാൽ ഈ സാക്ഷ്യം നിങ്ങളുടെ ലൈഫിന് ഒരു പ്രതീക്ഷയാകട്ടെ. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും അനുഭവിക്കാൻ കഴിയട്ടെ. നമുക്ക് ഈ സാക്ഷ്യത്തിലേക്ക് പോകാം. ഈ സമയത്ത് ഇവിടെ സൗഖ്യമാകണം. ഈ സമയത്ത് ഈ മോള് വിടുവിക്കപ്പെടണം. ഞാൻ തിരുവനന്തപുരം മുതൽ തിരുവല്ല ഹോസ്പിറ്റൽ വരെ കയറി ഇറങ്ങിയ ഒരു വ്യക്തിയാണ്. പഠിക്കാൻ പോയി അവിടെ ചെന്നപ്പോൾ വീണ്ടും നിൽക്കാനും ഇരിക്കാൻ, ക്ലാസ്സിന് പോകാൻ വയ്യ, കിടക്കാൻ വയ്യ. അങ്ങനെ വീണ്ടും അവിടെ എല്ലാം ഉപേക്ഷിച്ച് തിരിച്ചു വന്ന് എന്നോട് പറയും, അമ്മ എൻ്റെ ജീവിതം പോയി, എനിക്കിനി ഒന്നും കൂടി എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട്, കാരണം എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം കിടക്കുവാണല്ലോ തമ്പുരാനെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടെ തൊടുമ്പോ ഇവളെ ഇങ്ങനെയായിരിക്കുന്നത് അല്ലേ മോളെ? അല്ലേ? ഞാനിത് തൊടുമ്പോ ഇവളുടെ എല്ലുകൾ ആ പഴയ പൊസിഷനിൽ വരാനും ഇവൾ ഇന്ന് നോർമലായി ഇന്നു മുതൽ വർക്ക് ചെയ്യാനും 1000 രൂപയും മേളിൽ സംതിങ് മരുന്ന് മാറ്റാണ് എൻ്റെ മോൾ ഇവിടെ വന്നത്. ആ മരുന്ന് വലിച്ച് വേസ്റ്റ് കൊട്ടയിൽ എറിഞ്ഞ് എനിക്ക് ഇനി ഇതിന് ആവശ്യമില്ലെന്ന് പറഞ്ഞ് വരുന്നില്ല. മിറക്കിൾ സെന്ററിലേക്ക് വന്നതിന് ശേഷമാണ് ഇന്ന് നിമിഷം വരെ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ കയറിയിട്ടില്ല. ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ ഒരു ബ്ലെസ്ഡ് ആയ ടെസ്റ്റിമണി കേൾക്കാൻ പോവുകയാണ്.
ഈ മോളും അമ്മയും ഈ ചർച്ചിൽ വരുന്ന സമയത്ത് മിറക്കിൾ സൺഡേയിൽ ജോൺ ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ ഒരു അത്ഭുത സാക്ഷ്യമാണ്. വലിയ പ്രതീക്ഷയോടെ നിങ്ങളത് കേട്ടാട്ടെ. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കാൻ ഇടയാകും. സിസ്റ്റർ പറഞ്ഞാട്ടെ, പേരും സ്ഥലവും പറഞ്ഞാട്ടെ. എൻ്റെ പേര് ലേഖ. ഞാൻ കരുനാഗപ്പള്ളി പാവുമ്പ എന്ന സ്ഥലത്തു നിന്ന് വരുന്നത്. എൻ്റെ മോക്ക് ഉണ്ടായ ഒരു വലിയ സൗഖ്യത്തിൻ്റെ സാക്ഷ്യം പറയാനായിട്ട്. എന്ത് പ്രയാസമാണ് മോക്ക് ഉണ്ടായിരുന്നത്? മോക്ക് നടുവിന് വേദനയും കുനിയാൻ വയ്യ, നൂരാൻ വയ്യ. അങ്ങനെ ഒരുപാട് വേദനയായിരുന്നു. വേദനയായ ഞങ്ങൾ ഒരുപാട് 3 ഡോക്ടർമാരെ കാണിച്ചു. 3 ഡോക്ടർമാരെ കാണിച്ച് ആദ്യം ഡോക്ടർ പറഞ്ഞ് നമുക്കൊരു ആദ്യം 3 ദിവസത്തേക്ക് മരുന്ന് എന്ന് കഴിച്ചിട്ട് കുറവില്ലായിരുന്നു. അന്നേരം എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് ഇനി പറ്റത്തില്ല എന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾ പിന്നെ ഡോക്ടർ പറഞ്ഞു നമുക്ക് എക്സ്റേ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞ്. ഞാൻ ചോദിക്കുന്നത്, എന്നാണ് എത്ര നാളായിട്ട് ഈ പ്രയാസം? കഴിഞ്ഞ വർഷം മുതൽ ആ മോക്ക് ആദ്യമായിട്ട് പിന്നെ എറണാകുളത്ത് ഒരു കോഴ്സ് പഠിക്കാനായിട്ട് പോയതാണ്. അവിടെ വെച്ച് മോക്കൊരു വയറുവേദന ഉണ്ടായി. എന്നെ വിളിച്ചമ്മ എനിക്ക് വയറ് വയ്യ, എനിക്ക് ക്ലാസ്സിനൊന്നും പോകാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ അപ്പൻഡിക്സിൻ്റെ സർജറി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെല്ലാം കൊണ്ടുപോയി. അപ്പം ഹോസ്പിറ്റലെല്ലാം കൊണ്ടുപോയിട്ടും വേദന മാറുന്നില്ല. അങ്ങനെ കരുനാഗപ്പള്ളി 5 ദിവസം അഡ്മിറ്റായിട്ട് കിടന്ന് അവിടെ നിന്ന് പിന്നെ 10 ദിവസത്തേക്ക് മരുന്ന് തന്ന് വീണ്ടും കൊച്ചു ക്ലാസ്സിന് പോയി. അവിടെ ചെന്നപ്പോൾ 10 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇത് ഇൻഫെക്ഷൻ ഉണ്ടാവുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് സർജറി ചെയ്യാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ ഞാൻ പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഞാൻ തിരുവനന്തപുരം മുതൽ തിരുവല്ല ഹോസ്പിറ്റൽ വരെ കയറി ഇറങ്ങിയ ഒരു വ്യക്തിയാണ്. അനേക ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ കുടുംബമായിട്ട് മൊത്തം ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു. ഞാൻ ഇവിടെ ഏപ്രിൽ മാസം മിറക്കിൾ സൺഡേക്ക് വന്നതിന് ശേഷമാണ് ഇന്ന് നിമിഷം വരെ ഞാനൊരു ഹോസ്പിറ്റലിൽ കയറിയിട്ടില്ല. എനിക്ക് വലിയൊരു സൗഖ്യമാണ് കിട്ടിയത്. ഞാൻ ചോദിക്കുന്നത്, ഈ കാലുവേദന നടുവേദനയുടെ കാരണം എന്താ? കാരണം അങ്ങനെ ഞങ്ങൾ ഡോക്ടർ പറഞ്ഞ് എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞ് എക്സ്റേ എടുത്തപ്പം ഡോക്ടർക്ക് ഒരു സംശയം. എന്നോട് പറഞ്ഞ് നമുക്കൊരു MRI കൂടി എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ MRI എടുത്തപ്പം നടുവിന് വളവുണ്ട്. അത് ജന്മനാ ഉള്ളയാന്നാ പറഞ്ഞത്. അത് പിന്നെ ആ ഡോക്ടർ 10 ദിവസത്തേക്ക് മരുന്ന് കഴിച്ചു. കൊച്ചിനൊരു സുഖമില്ല. അങ്ങനെ വീണ്ടും പഠിക്കാൻ പോയി. അവിടെ ചെന്നപ്പം വീണ്ടും നിൽക്കാനും ഇരിക്കാൻ ക്ലാസ്സിന് പോകാൻ വയ്യ, കിടക്കാൻ വയ്യ. അങ്ങനെ വീണ്ടും അവിടെ എല്ലാം ഉപേക്ഷിച്ച് തിരിച്ചു വന്ന് എന്നിട്ട് ഡോക്ടർ പറഞ്ഞ് 2 മാസം നമുക്ക് മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇതുപോലൊക്കെ വേറെ പിന്നെ കൊല്ലത്തൊരു ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ച് ഡോക്ടറും പറഞ്ഞ് 10 ദിവസം തെറാപ്പി ചെയ്യണം. തെറാപ്പി ചെയ്തിട്ട് നമുക്ക് നോക്കാം, കുറവില്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഡോക്ടറുടെ തെറാപ്പി 10 ദിവസം ചെയ്തിട്ടും കുറവില്ല. അങ്ങനെ എന്നോട് പറയാം, അമ്മ എൻ്റെ ജീവിതം പോയി, എനിക്കിനി ഒന്നും കൂടി എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട്. കാരണം എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം കിടക്കുവാന്നല്ലോ തമ്പുരാനെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച്. അങ്ങനെ ഞാൻ ഇവിടെ വരാനിടയായി. അന്ന് തന്നെ ജോൺ ബ്രദർ ഇവിടെ വരുന്ന സമയത്ത് എന്താ ഉണ്ടായത് പറയാമോ? ഇവിടെ വരുന്ന സമയത്ത് ആരാധന ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ 2-3 പേർക്ക് ദൂത് പറഞ്ഞില്ല വിളിച്ച്. അപ്പോൾ അവിടെ വേറെ ഒരു സിസ്റ്റർ അവിടെ ഇന്നപ്പോൾ കൈക്ക് ഒരു ചെറിയൊരു ഇതുപോലുള്ള അതിന് എന്താണെന്ന് ചോദിച്ചപ്പം പറഞ്ഞ് എൻ്റെ കൈക്ക് ജന്മനാ ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ തമ്പുരാനെ എൻ്റെ കുഞ്ഞിനും ജന്മനാ ഉള്ള വളവാണല്ലോ തമ്പുരാൻ, അത് കണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കുഞ്ഞിനെയും കൂടെ സൗഖ്യമാക്കി. ആ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് സങ്കടപ്പെട്ടു നിന്നപ്പം ജോൺ ബ്രദർ എൻ്റെ മൂത്ത മോളോടാ ദൂത് പറഞ്ഞത്. മോള് വന്നിട്ടില്ല, സാക്ഷ്യം പറയാൻ ഞാൻ ഇനിയും പറയും സാക്ഷ്യം. മോൾക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം അതുകൊണ്ട് വന്നില്ല. അപ്പനെ ചോദിച്ചു, മോളോട് ചോദിച്ചു മോൾ അനിയത്തിയാണോ എന്ന് ചോദിച്ചാണെന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു അമ്മയാണോ? ഞാൻ പറഞ്ഞാന്ന്. അപ്പം പറഞ്ഞ് ഫാമിലിയായിട്ടാണോ വന്നതെന്ന് ചോദിച്ചു. അച്ഛനും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാണെന്ന് പറഞ്ഞു. അപ്പം മോളെ മുന്നോട്ട് വിളിച്ച് ബ്രദറെല്ലാം ചോദിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവളെ എന്താ മോക്ക് ബുദ്ധിമുട്ടെന്ന് ചോദിച്ചപ്പം അവളെ നിന്ന് കരയുക. ഒന്നും പറയാൻ എനിക്കും വാക്കുകളില്ല പറയാൻ. കാരണം ഞാൻ അത്രയ്ക്ക് ഞാൻ ദുഃഖം അനുഭവിച്ചു. എനിക്ക് വാക്കുകളില്ല പറയാൻ. സത്യം ഈ 4 മാസം കൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ബ്രദർ അന്ന് പ്രാർത്ഥിച്ച് എൻ്റെ മോക്ക് അന്നേരം ആ നിമിഷം അങ്ങനെ ഞങ്ങളെ സ്റ്റേജിൽ വിളിച്ച്. അന്ന് അത്രയും മിറക്കിൾ സൺഡേ ആയിരുന്നു, ഒരുപാട് ആൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെ മാത്രമേ സ്റ്റേജിൽ വിളിച്ചോളൂ. മോളെ പ്രാർത്ഥിച്ച് ബ്രദർ അന്നേരം തന്നെ തൊട്ട് പ്രാർത്ഥിച്ച് അവൾക്ക് അന്നേരം തന്നെ സൗഖ്യമായെന്നാ പറയാം. അന്നേരം തന്നെ, പിന്നത്തേക്കല്ല, അന്നേരം തന്നെ. എൻ്റെ മോള് ഞങ്ങൾ അന്ന് പിറ്റേ തലേ 3-ാം ദിവസത്തേക്ക് മുമ്പ് പോയ 1000 രൂപയും മേളിൽ സംതിങ് മരുന്നുമായിട്ടാണ് എൻ്റെ മോൾ ഇവിടെ വന്നത്. ആ മരുന്ന് വലിച്ച് വേസ്റ്റ് കൊട്ടയിൽ എറിഞ്ഞ് എനിക്ക് ഇനി ഇതിന് ആവശ്യമില്ലെന്നാ പറഞ്ഞ് അങ്ങനെ
1000 രൂപയുടെ മരുന്ന് 1000 രൂപയും മേളിൽ മരുന്നുണ്ടായിരുന്നു. എല്ലാം വലിച്ച് വേസ്റ്റ് കോട്ടയിൽ എറിഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് ഇനി ഇതിന് ആവശ്യമില്ല, എൻ്റെ തമ്പുരാൻ എനിക്ക് സൗഖ്യം തന്നെയാന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് സന്തോഷവും സമാധാനവും ഉണ്ട്. ജന്മന ഉള്ള വളവാന്നാ പറഞ്ഞത്. അപ്പൊ ഈ അന്നേരം ഡോക്ടർ ചോദിച്ചു ഇതുവരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം ഡോക്ടറിന്റെ അടുക്കൽ പോയി. പോയി ഇപ്പം ഞാനിപ്പോ അടുത്തിടെ പോയി എല്ലാം എക്സ്റേ ഒക്കെ എല്ലാം എടുത്ത് നോക്കിയപ്പോ ഡോക്ടർക്ക് സന്തോഷം, വളവ് മാറി എന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ. ആ എക്സ്റേ ആണ് മോളുടെ കയ്യിലുള്ളത് അല്ലേ? എക്സ്റേ ആയത്. ഓക്കെ, അതായത് ജന്മന ഉള്ള വളവ്. അപ്പൊ ഡോക്ടർ ചോദിച്ചു എന്താ പിന്നെ ഇത്രയും നാളായിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു ചോദിച്ചു. ഇവർക്ക് +2 പഠിക്കുമ്പോൾ എന്നോട് പറയുമായിരുന്നു അമ്മേ എനിക്ക് കാലിന് ചെറിയൊരു വേദനയുണ്ട്, എന്താണെന്ന് അറിയത്തില്ലെന്ന് പറയും. നമ്മളെ പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല. എന്നിട്ട് ഈ നടുവേദനയായിട്ട് ഞാൻ നമ്മുടെ അടുത്ത് ഒരു ഹോസ്പിറ്റൽ ഡോക്ടറോട് ഞാൻ ചോദിച്ചു, ഡോക്ടർ ഇവിടെ ഇങ്ങനെ എന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകല്ലോ, എല്ലാ ദിവസവും അങ്ങ് ഹോസ്പിറ്റലിൽ പോവാ ഞങ്ങൾ ഓരോരുത്തരും മാറി 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 അങ്ങ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞൊരു ജീവിതം ഞങ്ങൾക്കില്ലായിരുന്നു. അന്നേരം ഡോക്ടർ എന്നോട് ചോദിക്കുന്നു ഇതുവരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ബുദ്ധിമുട്ടൊന്നും പറഞ്ഞിട്ടില്ല, ഇപ്പം സർജറി കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണെന്ന് വിചാരിച്ചു, അനസ്തേഷ്യ കൊടുത്തതായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇതുപോലെ വീണ്ടും വയറുവേദന വന്നപ്പോൾ സർജറി ചെയ്ത ഡോക്ടറെ കൊണ്ട് എല്ലാം ചെന്ന് വിവരം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് സർജറി അനസ്തേഷ്യ കൊടുത്തത് പിന്നെ നട്ടലിൽ വളച്ചല്ല, അല്ലാതെ കൊടുത്തതെന്ന് പറഞ്ഞ്. അപ്പോൾ അതിന് പറഞ്ഞു അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും വരുത്തില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറഞ്ഞ്. അങ്ങനെ എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്രയ്ക്ക് വലിയൊരു സൗഖ്യമാണ് എനിക്ക് കിട്ടി, എൻ്റെ കുഞ്ഞിന് കിട്ടിയത്. അത്രയ്ക്ക് വലിയൊരു സൗഖ്യം. കഴിഞ്ഞ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ എറണാകുളത്ത് പോയതായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് സുഖമില്ലാതായി, വയറുവേദനയായിട്ട് പോരുന്ന ഫുഡ് പിടിക്കാതായി. ഇപ്പൊ നടുവിന് വേദനയായിട്ട് 6 മാസം കൊണ്ട് ക്ലാസ് നിർത്തി ഇനി പോരുന്നു എറണാകുളത്തുനിന്ന്. അപ്പം MRI എടുത്തപ്പം നട്ടലിന് വളവാന്നാ പറഞ്ഞ്, കാലിന് വേദനയും നടുവേദനയും ഇരിക്കാനും നിൽക്കാനും ഒന്നും പറ്റത്തില്ല. മോളുടെ പേരെന്താ? ദേവു. ദേവു സ്റ്റേജിലോട്ട് വന്നേ. ഇവിടെയാണോ മോൾക്ക് വേദനയുള്ളത്? ഞാൻ ഈ തൊടുന്ന സ്ഥലത്താണോ? മോൾക്ക് തറയിരിക്കാൻ ഒക്കത്തില്ലേ? വേദനയാണ്. ഞാൻ ചോദിക്കുന്നത് ബാത്റൂമിൽ ഇരിക്കുന്ന പോലെ മോൾക്ക് ഇരിക്കാൻ പറ്റുമോ ഇല്ലയോ? ഉറപ്പാ ഇരിക്കത്തില്ല മോള്? ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. മാളും എൻ്റെ മോളുടെ പ്രായമാണെന്ന് എനിക്ക് തോന്നുന്നു. 19 ആയോ? 18 19 പോകുന്നു അല്ലേ? എൻ്റെ മോളും ഒരു പ്രായമാകുന്ന എൻ്റെ വിശ്വാസം. മോള് +2 കഴിഞ്ഞിട്ട് 1 വർഷമാകുന്നു അല്ലേ? +2 കഴിഞ്ഞിട്ട് 1 വർഷമാകുന്നു. ഓക്കെ, ഇവൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ സർവശക്തനായ കർത്താവിനെ സകലതും ചെയ്യാൻ കഴിയും. ഞാൻ മോളെ ഇവിടെ തൊട്ടപ്പോഴേ മോൾക്ക് പെട്ടെന്ന് എന്തോ ഒരു സാധനം താഴോട്ട് പോയത് അറിയാം ഉണ്ടായി. ഞാൻ ഇവിടെ തൊട്ടപ്പോൾ മോൾ ഇവിടെ എന്തോ കയറി ടിക്കുന്നൊരു ശബ്ദം പോലെ മോള് കേട്ടു. ഉണ്ടായോ? ഇവിടെ എൻ്റെ മോളെ പോലെ ഉള്ളൂ. നിങ്ങൾ അങ്ങനെ കാണാവൂ. ചില ആളുകൾക്ക് ഈ പെൺകുട്ടികളെ തൊടുന്നൊക്കെ തലയിൽ കൂടെ പോകുന്നവരുണ്ട്. ഇത് എൻ്റെ മോളുടെ പ്രായമോ നിങ്ങളുടെ മുമ്പിൽ വെച്ചാ ചെയ്യുന്നേ. ഒന്നും കൂടെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ ഇവിടെ തൊടുമ്പോൾ ഇവളെ ഇങ്ങനെയായിരിക്കുന്നത് അല്ലേ മോളെ? അല്ലേ? ഞാനിത് തൊടുമ്പോൾ ഇവളുടെ എല്ലുകൾ ആ പഴയ പൊസിഷനിൽ വരാനും ഇവൾ ഇന്ന് നോർമലായി ഇന്ന് മുതൽ വർക്ക് ചെയ്യാനും. ഒന്ന് കൈയടിച്ച് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. ഈ സമയത്ത് ഇവിടെ സഖ്യമാകണം. ഈ സമയത്ത് ഈ മോള് വിടുവിക്കപ്പെടണം. Now the power of the Spirit, Lord. ഇവളെ നട്ടെല്ലുകൾ നിവരട്ടെ. ഇന്നു മുതൽ ഇവള് നോർമലായി ഇരിക്കട്ടെ. ഇവള് ആരോഗ്യമുള്ള ഒരു പെൺകുട്ടിയായിരിക്കട്ടെ. Now the name of Jesus. അവന്റെ പേരെന്തോടാ? ദൈവന് ഇരിക്കാൻ പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞേ? ദൈവം ഇരുന്നേ. മോൾക്ക് ഇരിക്കാൻ പറ്റുമേ? പറ്റും. വേനയില്ല ഉറപ്പോ? കൈയടിക്കാത്തവരെ ഇവളിങ്ങനെ ഇരിക്കത്തില്ലേ ചേച്ചി? ഇരിക്കാൻ പറ്റത്തില്ലെന്നാ പറയുന്നത്. കാലിന് വേദന, കഴച്ച് മുറിയുക, അമ്മ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല, നടുവേദനയാന്നൊക്കെ പറയുന്നത്. അവള് ബാത്റൂമിൽ ഇങ്ങനെ ഇരിക്കത്തില്ല. മോളെ നിനക്ക് ബാത്റൂമിൽ ഇരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഉറപ്പാ?
യൂറോപ്യൻ ക്ലോസറ്റിലെ പറ്റുള്ളൂ. മോള് ബാത്റൂമിൽ ഇരിക്കുന്ന പോലെ ഇങ്ങനെ നിരുന്നേ മോള്. നാണക്കേടൊന്നുമല്ല, ഇങ്ങനെ നിരുന്നേ. വാ, നീ തനിയെ എഴുന്നേ. വേദനിക്കുന്നോ? ഇല്ല. ഇനി അങ്ങനെ നിരുന്നേ. ഞാൻ നിന്നെ പിടിക്കാതെ നിരുന്നേ. അങ്ങനെ ഇരുന്നേ. വേദനിക്കുന്നോ? ഇല്ലെന്നാ പറയുന്ന കേട്ടോ. കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. ഇല്ല. നീ ഒരു 5 പ്രാവശ്യം അങ്ങനെ ഇരുന്ന് എഴുന്നേറ്റ് വേദന വരും നോക്കിക്കേ. ഇല്ല, എനിക്ക് 5-6 പ്രാവശ്യം ചെയ്യേ, വേദന വരും നോക്കട്ടെ. വേദന വരുന്നില്ല. വേദന വരുന്നില്ല എന്നാ പറഞ്ഞു കേട്ടോ. ഒന്ന് ചേർന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. എന്റെ യേശുവിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ലെന്നാ വിശ്വസിക്കുന്നത്. അടുത്തിരിക്കുന്നവരോട് പറ, അത്ഭുതങ്ങൾ സാധാരണമാണ്. ചിലർ എന്നോട് ചോദിക്കാറുണ്ട്, ബ്രദർ ഒത്തിരി നേരമൊന്നും പ്രാർത്ഥിച്ചില്ല, ശബ്ദം ഉയർത്തിയില്ല. ഇതൊന്നും ആവശ്യമില്ല കേട്ടോ. കർത്താവിന് ഒരാളെ തൊടുമ്പോൾ തന്നെ സൗഖ്യമാക്കാനായി പറ്റും. ഞാനല്ല ഇവരെ സൗഖ്യമാക്കുന്ന കർത്താവാണ്. വിശ്വസിക്കുന്നവരെ ആമീൻ പറ. ദേവു, മോള് വിശ്വസിക്കേണ്ടത് ഇനി ഇവിടുന്ന് പോയാലും മോളുടെ നട്ടൽ ഇങ്ങനെ ഇരിക്കുമെന്ന് വിശ്വസിക്കണം. ഇനി എനിക്ക് നടുവേദന വരത്തില്ലെന്ന് വിശ്വസിക്കണം. ഇങ്ങനെ കുനിഞ്ഞും തൊട്ട തറയില് ഈ കൈയും കൂടെ ചേർത്ത് കുഞ്ഞോട്ടെ. അവൾക്ക് അറിയാം അവളുടെ വേദന എങ്ങനെ വരുമെന്ന് അവൾക്ക് ചെയ്യാനറിയാം. വേദനയുണ്ടോ? നിങ്ങളുടെ മോൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു ചേച്ചി? ഇവിടെ അനിയത്തിയല്ലേ അത്? അല്ല, ചേട്ടത്തിയല്ലേ? ചേട്ടത്തി മാളും വന്നേ. അപ്പനാന്നോ? അപ്പം പോ. ഇവൾക്ക് ഇങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ? എന്തൊക്കെ ചെയ്യാൻ പറ്റത്തില്ല മാളു? ഇവൾക്ക് ഇരിക്കത്തില്ല. ബാത്റൂമിൽ ഇരിക്കുന്ന പോലെ ഇരിക്കാൻ ഒക്കത്തില്ല, കുനിയത്തില്ല. നിനക്കറിയാവോ അത്? ഈ കള്ളമല്ലല്ലോ പറയുന്നേ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. യേശു മോൾക്ക് കൊടുത്ത സൗഖ്യത്തിന് നന്ദി പറഞ്ഞേ. ഇനി എനിക്ക് പറയാനുണ്ട്, ഒരു വലിയ സാക്ഷ്യമുണ്ട്. എൻ്റെ മൂത്ത മോടെ സാക്ഷ്യം പറയാനുണ്ട്. അത് ഞാൻ ഒട്ടും താമസിക്കാതെ ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നതായിരിക്കും. നമ്മൾ വലിയൊരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. സിസ്റ്ററിന്റെ സമ്പത്ത്, സമയം, അല്ലെ, വേദനിക്കുന്ന അനുഭവങ്ങളിലൂടെ എല്ലാം കടന്നുപോയി. വേദനിക്കുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. എനിക്ക് സന്തോഷം കൊണ്ടാണ് ഞാനിപ്പോൾ കരയുന്നത്. ഇറ്റ്സ് ഓക്കെ. കർത്താവ്, നമ്മൾ കരയണമെങ്കിൽ കർത്താവ് ചെയ്തതിന് ഓർത്ത് വേണം, സന്തോഷത്തിലാണ് നമ്മൾ കരയേണ്ടത്. സിസ്റ്റർ, അനേകർ നമ്മളെ കാണുന്നു, ഈ ഹാളിനകത്ത് അനേകർ ഇരിക്കുന്നു. ഈ സൗഖ്യത്തെക്കുറിച്ച് സിസ്റ്ററിന്, സൗഖ്യമാക്കിയ കർത്താവിനെ കുറിച്ച് സിസ്റ്ററിന് എന്താ പറയാനുള്ളത്? ഇവരോട് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, എൻ്റെ കുഞ്ഞിന് കിട്ടിയ സൗഖ്യം പോലെ എല്ലാവർക്കും കിട്ടണം. കർത്താവിനെ നിങ്ങൾ അറിയണം. അറിഞ്ഞ കർത്താവ് നമ്മളെ ഒരിക്കലും കൈവിടില്ല. ആമേൻ. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ടെസ്റ്റിമണി നമ്മൾ കേൾക്കാനിടയായി. നിങ്ങളുടെ വിശ്വാസത്തെ ഇത് ഉറപ്പിക്കാനിടയാകട്ടെ. ജന്മന നടുവോ അല്ലെങ്കിൽ നട്ടല് വളഞ്ഞിരുന്ന ഈ കുഞ്ഞിനെ കർത്താവ് സൗഖ്യമാക്കി. നിങ്ങളെയും ആ വിധത്തിൽ സ്വർഗം നന്മകളാൽ നിറക്കട്ടെ, സൗഖ്യമാക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടുത്ത സാക്ഷ്യം നമ്മൾ കേൾക്കാൻ പോകുന്നത് പുത്തൂരിൽ നിന്നും ബേബി എന്ന് പേരുള്ള സിസ്റ്ററാണ്. ഈ സിസ്റ്ററും വളരെ അത്ഭുതകരമായ ഒന്നാണ് പറയുന്നത്. 8 വർഷത്തോളമായിട്ട് തനിക്ക് ചെവിക്ക് പ്രയാസമായിരുന്നു. ചെവിയിൽ നിന്ന് പഴുപ്പും വെള്ളവും ഒക്കെ വരുന്ന പ്രയാസമുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ചെവിയിൽ ഹോള് വീണിട്ട് അതിൽ നിന്ന് പഴുപ്പ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്നാണ് പറഞ്ഞത്. സിസ്റ്റർ പറയുന്നത് ഇങ്ങനെ വെള്ളം എടുക്കുന്നത് കാരണം രാത്രി ശരിയായ വിധത്തിൽ ഉറങ്ങാൻ പോലും കഴിയത്തില്ല. എന്നാൽ മറ്റു പലരിൽ നിന്നും താൻ ചർച്ചിനെക്കുറിച്ച് കേൾക്കുകയും മിറക്കിൾ സൺഡേയിൽ കടന്നു വരികയും ചെയ്തു. അന്ന് കർത്താവ് തൻ്റെ ലൈഫിൽ നിന്നും 8 വർഷത്തോളമായി താൻ സഹിച്ചിരുന്ന ആ രോഗത്തിൽ നിന്നും പൂർണ്ണമായി തന്നെ വിടുവിക്കുവാനിടയായിത്തീർന്നു. നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണ്. അവനിൽ ആശ്രയിക്കുന്ന സകലരും അവൻ്റെ അത്ഭുതങ്ങളെ അനുഭവിക്കുവാനിടയാകും. നമുക്ക് ആ സാക്ഷ്യത്തിലേക്ക് പോകാം. ഇത് കാണുന്നതിനോടൊപ്പം നിങ്ങളും നിങ്ങളുടെ സൗഖ്യത്തെ അനുഭവിച്ചാട്ടെ. നമുക്കതിലേക്ക് പോകാം. പൊട്ടി ഒലിച്ച് വെള്ളം ഇങ്ങനെ വന്നതുകൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പിന്നീട് സർജറി നടത്തണമെന്ന് പറഞ്ഞു. ഒരു അണ പൊട്ടി വെള്ളം വരുന്നത് പോലെ രാത്രി നമ്മൾ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ ഭർത്താവ് പറഞ്ഞ് എവിടെങ്കിലും പോയി പൊട്ടൻകുളിയെ മേടിച്ച് കഴിക്കാതെ നീ എവിടെയെങ്കിലും നല്ലൊരു ഡോക്ടറെ കൊണ്ടുവന്ന് കാണിക്കാൻ പറഞ്ഞു. പല ജനങ്ങളെയും നോക്കി ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ കൊല്ലത്ത് വരുമെന്ന് പറഞ്ഞു. ടെസ്റ്റ് മണി കേൾക്കാൻ പോവുകയാണ്.
കഴിഞ്ഞ മിറക്കിൾ സൺഡേ വന്നപ്പോൾ ജോൺ ബ്രദർ പ്രാർത്ഥിച്ചു. അതിനെ തുടർന്നുണ്ടായ ഒരു അത്ഭുത സൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കേൾക്കുന്നത്. ആൻറ്റി പറഞ്ഞാട്ടെ, എൻ്റെ പേര്, സ്ഥലം പറഞ്ഞാട്ടെ. എൻ്റെ പേര് ബേബി, സ്ഥലം പുത്തൂർ. എന്ത് പ്രയാസമാണ് അമ്മയ്ക്ക് ഇവിടെ വരുമ്പോൾ ഉണ്ടായിരുന്നത്? വരുമ്പോൾ 7 വർഷം കൊണ്ട് ചെവിക്ക് വേദനയും ചൊറിച്ചിലുമായിരുന്നു. ഡോക്ടറെ കാണിച്ച് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. തൈറോയിഡാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ 4-5 വർഷമായി സർജറി നടത്തി. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഇപ്പം തുടർച്ചയായിട്ട് 7-8 മാസം കൊണ്ടുണ്ട്. അപ്പോൾ ഞാൻ പോയി ENT ഡോക്ടറെ കാണിച്ചു. അടൂരുള്ളൊരു ഡോക്ടറെ വീട്ടിൽ പോയി കാണിച്ചു. അപ്പം ചെവിക്കകത്ത് ഹോള് വീണെന്ന് പറഞ്ഞ്, അപ്പോൾ പൊട്ടി ഒലിച്ച് വെള്ളം ഇങ്ങനെ വന്നതുകൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പിന്നീട് സർജറി നടത്തണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല ഡോക്ടർ പറഞ്ഞു. പിന്നീട് ഞാൻ പോയില്ല. അത് കഴിഞ്ഞപ്പോൾ നിരന്തരം പിന്നീടും ഇത് വന്നപ്പോൾ കൊട്ടാരക്കര ഇരിക്കുന്ന ഒരു ഡോക്ടറിൻ്റെ വീട്ടിൽ പോയി കാണിച്ചപ്പോൾ ഹോളില്ല എന്നാണ് ഡോക്ടർ ആദ്യം പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, കാണുന്നില്ലെന്ന്. വീണ്ടും ചൊറിച്ചിലും വേദനയും വെള്ളവും വന്നപ്പോൾ ഈ ഡോക്ടറെ കൊണ്ടുവന്ന് വീണ്ടും കൊട്ടാരക്കര കാണിച്ച് ഞാൻ ഇപ്പോൾ അയച്ച്. അപ്പം 4 സൈസിലെ ഇയർ ഡ്രോപ്സ് തന്നു. ഇത് ഒഴിക്കും തോറും വെള്ളം ഇങ്ങനെ പൊട്ടി വരുക. അതിൽ അണ പൊട്ടി വെള്ളം വരുന്നത് പോലെ രാത്രി നമ്മൾ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. വെള്ളം ഇങ്ങനെ വരുന്നത് കൊണ്ട് നമുക്കൊരു അസ്വസ്ഥത ഉറക്കത്തിനും. അങ്ങനെ 3-4 പ്രാവശ്യം ആയതിനു ശേഷം പിന്നീട് ഞാൻ ഇവിടെ വരാൻ സാധ്യതയായത്. ഇവിടെ വരുന്നതിന് മുന്നേ ആയിട്ട് എനിക്കുള്ള ഈ വേദനയും ചൊറിച്ചിലും ഒക്കെ കണ്ടുകൊണ്ട് രാത്രി എഴുന്നേറ്റിരിക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവ് പറഞ്ഞ് എവിടെങ്കിലും പോയി പൊട്ടൻ ഗുളിക മേടിച്ച് കഴിക്കാതെ നീ എവിടെയെങ്കിലും നല്ലൊരു ഡോക്ടറെ കൊണ്ടുവന്ന് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കത് പിറ്റേന്ന് പൈസ തന്നു ഡോക്ടറെ വീട്ടിൽ പോയിരുന്ന് കാണിക്കാൻ. അപ്പോഴും ഞാൻ ആ പൈസ തിരിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പൈസ വേണ്ട, എന്നെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ കൊല്ലത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും ഞായറാഴ്ച ഏത് ഡോക്ടറാണ് നിന്നെ നോക്കാൻ അവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നെ നോക്കാനായാലും പല ജനങ്ങളെയും നോക്കി ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ കൊല്ലത്ത് വരുമെന്ന് പറഞ്ഞു. ഞാൻ ജോന്താർ ബ്രദറിനെ ഉദ്ദേശിച്ചാണ് അത് പറഞ്ഞത്. ഞാൻ അങ്ങനെ ഇവിടെ വന്ന് അന്ന് ബ്രദർ പറഞ്ഞ് ചെവിക്ക് അസ്വസ്ഥത ഉള്ളവർക്ക്, എനിക്ക് പിന്നീട് കേൾവിക്കുറവ് വന്നു, ഈ ചെവി കേൾക്കാൻ മര്യാദയായി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചെവിക്ക് അസ്വസ്ഥത ഉള്ളവരെല്ലാം എഴുന്നേക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ എഴുന്നേറ്റു. ഒരു സഹോദരി വന്ന് എൻ്റെ ചെവിയിൽ ഞാൻ കൈ വെച്ച്, അപ്പം ബ്രദർ പ്രാർത്ഥിച്ചു. എനിക്ക് ആ കൈ ഇരിക്കുന്ന വലിയൊരു അസ്വസ്ഥത തോന്നി, ചൂട് അനുഭവപ്പെട്ടു. എനിക്ക് ഇന്ന് വരെയും വന്നിട്ടില്ല. എനിക്ക് പിന്നീട് ഇതിനെ തുടർന്നൊന്നും ഒരു അസ്വസ്ഥത ഉണ്ടായില്ല. യേശു എന്ന ഡോക്ടർ അമ്മയെ സൗഖ്യമാക്കി. ഈ അമ്മയ്ക്ക് കിട്ടിയ വലിയൊരു സൗഖ്യമാണ്. നമ്മളെ കാണുന്ന അനേകർ ഇവിടെ ഉണ്ട്, ഓൺലൈനിലുണ്ട്. അവരോട് അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? നിങ്ങളിൽ ഓരോരുത്തരോടും എൻ്റെ ഈ സൗഖ്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ വന്നത്. നിങ്ങളും വിശ്വസിക്കുക. ഇതിലും വലിയ ഭാരത്തോടിരിക്കുന്ന ജനങ്ങളായ നിങ്ങളിൽ അപേക്ഷിച്ച് യേശു ഒരിക്കലും നിങ്ങളെ കൈവടിയില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ച് മാത്രമേ ഞാൻ രാത്രിയിൽ 1.5 മണിക്ക് ഉണർന്ന് ഞാൻ പ്രാർത്ഥിക്കും, എഴുന്നേറ്റിരുന്ന് ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് ഇതിൽ നിന്ന് ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ ബ്രദറിലൂടെ സിസ്റ്ററിലൂടെ കർത്താവ് ചെയ്യുന്ന എല്ലാ അത്ഭുത സാക്ഷ്യങ്ങൾക്കുമായി കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങളെ കാണുന്ന എല്ലാവരെയും ഈ സാക്ഷ്യം നിങ്ങൾ കേട്ടു. ഇത് നിങ്ങളുടെ സൗഖ്യത്തിന് കാരണമാകട്ടെ. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഈ അമ്മയ്ക്ക് ഉണ്ടായ സാക്ഷ്യം പോലെ, സൗഖ്യം പോലെ നിങ്ങളെയും കർത്താവ് സൗഖ്യമാക്കാനിടയാകും. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ഓരോ സാക്ഷ്യവും നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്ന പ്രതീക്ഷയുടെ അനുഭവങ്ങൾ വളരെ വലുതാണ്. നമ്മൾ ചിലത് കാണുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലെ വിശ്വാസത്തിൻ്റെ അളവ് വർദ്ധിക്കുവാനിടയാകും. നിങ്ങൾ പ്രതീക്ഷയില്ലാത്ത സാഹചര്യത്തിലാണ് ആയിരിക്കുന്നതെങ്കിലും അവൻ്റെ കരങ്ങളിൽ നിങ്ങളെ ഏൽപ്പിച്ചാട്ടെ. ഇത്രയും സൗഖ്യത്തെ നമുക്ക് കാണുവാനും കേൾക്കുവാനും ഒക്കെ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും ആ സൗഖ്യത്തെ തരുവാൻ കർത്താവ് മതിയായവനാണ്. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. കർത്താവെ, രോഗസൗഖ്യം മാത്രമല്ലപ്പാ, ജീവിതത്തിൽ പല പ്രതിസന്ധിയിലും ആയി നിന്നുപോയ, ജീവിതം തന്നെ ഇനി മുൻപോട്ട് പോകത്തില്ല എന്ന് തോന്നുന്ന പലരും നിങ്ങളെ കാണുന്നുണ്ടല്ലോ അപ്പാ. കർത്താവെ, അവരുടെ ലൈഫിൽ അവിടുത്തെ അത്ഭുതം ചലിക്കട്ടെ അപ്പാ. ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ കുടുംബങ്ങൾ അനുഭവിക്കട്ടെ അപ്പാ. ഈ വ്യക്തികൾ അനുഭവിക്കട്ടെ അപ്പാ. ഇവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം ഇവരെ എല്ലാ വിധത്തിലും മൂടട്ടെ അപ്പാ. കൈയുടെ സ്കിന്ന് മുഴുവൻ തൊലി ഇളകിയതുപോലെ വെളുത്ത് സ്കിന്ന് റാഷസ് പോലെ മുഖത്തും
കൈകളിലും കാലുകളിലും എല്ലാം ആയിരിക്കുന്ന ഒരു വ്യക്തി എനിക്ക് കാണാം. ആ വ്യക്തി പറയുന്നത്, ഇവരൊക്കെ സൗഖ്യമായതുപോലെ ഒരു കാര്യമാണോ എനിക്കുള്ളത്? ഞാൻ അവരിൽ നിന്ന് വ്യത്യസ്തമാണ്. എൻ്റെ ശരീരം മുഴുവനും അങ്ങനെ ആയിരിക്കുന്നത്. എനിക്കൊരു ചെറിയ സൗഖ്യമല്ല വേണ്ടത്. ഞാൻ സൗഖ്യമാകുമോ? വർഷങ്ങളായി ഞാൻ പലതും ചെയ്യുന്നു, എനിക്ക് പ്രതീക്ഷിക്കാൻ പോലും ബലമില്ല എന്ന് പറയുന്ന ആ വ്യക്തിയുടെ വായ്ക്കകത്ത് പോലും സ്കിന്നിൽ പ്രയാസമാണ്. ഒരു ആഹാരം കഴിക്കാൻ കഴിയത്തില്ല, ആ വിധത്തിൽ പ്രയാസമാണ്. കർത്താവേ, ആ കുടുംബത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. അപ്പോൾ ആ കുടുംബത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. യേശുവേ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ. കർത്താവേ, അബ്രഹാമിൻ്റെ മകൾ ഇവളും ഈ സൗഖ്യത്തിന് യോഗ്യമാണ് എന്ന് പറയുന്ന അപ്പോൾ യേശുവേ, ആ ദൈവത്തിൻ്റെ പ്രവൃത്തി ആ മകളുടെ ലൈഫിലും ഉണ്ടാകട്ടെ അപ്പാ. അപ്പോൾ ആ മകളുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ അപ്പാ. ഇരുട്ടിൻ്റെ ബന്ധനത്തിൽ നിന്നും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരട്ടെ അപ്പാ. അവിടുത്തെ ക്രിയയ്ക്കായി നന്ദി പറയുന്നു, അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. കർത്താവേ, അപ്പോൾ ആ വ്യക്തികളുടെ ജീവിതത്തിൽ പകരുന്ന വിടുതലിനായി നന്ദിയപ്പാ. അപ്പോൾ അവിടുത്തെ ശ്രേഷ്ഠതയ്ക്കായി നന്ദിയപ്പാ, വിടുതലിനായി നന്ദിയപ്പാ, അവിടുത്തെ ശ്രേഷ്ഠതയ്ക്കായി നന്ദിയപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവേ, കുടുംബങ്ങളെ അവിടുന്ന് സൗഖ്യമാക്കുന്നതോർത്ത് നന്ദി പറയുന്നു കർത്താവേ. ഒറ്റപ്പെട്ട അനുഭവങ്ങളിൽ നിന്നും ചിലർ പുറത്തു വരട്ടെ അപ്പാ. കർത്താവേ, ആരുമില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ കർത്താവെ, തന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കൂട്ടം ആളുകളുടെ നടുവിലാണ് ആയിരിക്കുന്നു പറയുന്ന ചിലരുടെ ജീവിതത്തിൽ കർത്താവെ അങ്ങേ അനുഭവിക്കണം അപ്പാ. അവർ അനേകർക്ക് ആശ്വാസമാകട്ടെ, അവർ അനേകർക്ക് ആശ്വാസമാകട്ടെ, അവർ അനേകർക്ക് ആശ്വാസമാകട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്നതിന് നന്ദി പറയുന്നു അപ്പാ. ഈ കുടുംബങ്ങളിൽ ദൈവപ്രവൃത്തിയെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന കർത്താവേ, ഞങ്ങളതിനെ വിശ്വസിക്കുന്നു, ഞങ്ങളതിനെ കൺഫസ് ചെയ്യുന്ന കർത്താവേ. അവിടുന്ന് ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വലിയ അത്ഭുതങ്ങൾ കൊണ്ട് കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.